എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാമിനെ കുറിച്ചിട്ടും നിങ്ങളുടെ പഠന നിലവാരം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നമ്മളോട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് 2023 വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എസ്ഐക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ട്, ഫീൽഡ് ഓഫീസർക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ 3 തസ്തികകളിലേക്കാണ് നമുക്ക് പരീക്ഷ നടത്താൻ പോകുന്നത്. ഏപ്രിൽ 29 ഫസ്റ്റ് ഫേസ് നടക്കാൻ പോകുന്നത്. അതായത് നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഫസ്റ്റ് ഫേസിലേക്ക് വരുന്നുള്ളൂ. ഫസ്റ്റ് ഫേസിൽ ആരൊക്കെ എക്സാം എഴുതും എന്നുള്ളത് നമുക്ക് പതിയെ ഏപ്രിൽ 14 മാത്രമേ അറിയാൻ സാധിക്കൂ. ഏപ്രിൽ 14 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഫേസിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരുമ്പോൾ മാത്രമേ ആർക്കൊക്കെയാണ് ഫസ്റ്റ് ഫേസ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയത്തുള്ളൂ. ആ ഫസ്റ്റ് ഫേസ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയായിരിക്കും. പുതിയ ചെയർമാനാണ്, ആദ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് അദ്ദേഹം വന്നതിന് ശേഷമുള്ളത്. അദ്ദേഹം വന്നിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ PSCക്കകത്ത് വന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നു. ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് പരീക്ഷകളെല്ലാം അദ്ദേഹം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു എക്സാമിന് പ്രിപ്പറേഷൻ ആയാലും എന്ത് കാര്യത്തിലും ഷെഡ്യൂൾ ചെയ്തിടുക എന്ന് പറയുന്നത് നമുക്ക് ഒരു മെനക്കെട്ട പണിയാണ്. ആ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് PSC ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ള അവരുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി അത് നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ആയിരിക്കണം ഇനിയുള്ള നമ്മുടെ ദിവസത്തെ പഠനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തികച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 22 ആയിട്ടുണ്ട്. 29 എന്ന് പറയുമ്പം ഒരു മാസം നിങ്ങൾ കണക്ക് കൂട്ടുക. 30 ദിവസം അല്ല, പോട്ടെ 35 ദിവസത്തെ ഒരു ടൈം ടേബിൾ പ്ലാന് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഈ 35 ദിവസം കൊണ്ട് ടൈം ടേബിൾ ഉണ്ടാക്കി ആദ്യം തൊട്ട് പഠിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 105 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ പേരൊക്കെ പകുതി വരെ ഫോളോ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ഒരു കാൽഭാഗം, ചിലർ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നവരുണ്ട്. ഒരു 70% പൂർത്തിയാക്കിയവരായിരിക്കും ഈ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു. മിക്കവാറും ഒരു 60% എങ്കിലും നിങ്ങൾ കവർ ചെയ്ത് കാണും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ കവർ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള 35 ദിവസം നിങ്ങൾ കണക്ക് കൂട്ടുക. ആ 35 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച് വെച്ച കാര്യങ്ങൾ, ആദ്യ ആഴ്ച തൊട്ട് നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് എടുക്കുക. അതായിരിക്കണം നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അതായത് റിവിഷന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ 8 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം 5 മണിക്കൂറും നിങ്ങൾ പഴയ ടോപ്പിക്സ് റിവിഷന് വേണ്ടിയിട്ട് എടുക്കുക. ബാക്കിയുള്ള 3 മണിക്കൂർ മാത്രം പുതിയ ടോപ്പിക്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. അപ്പോൾ ഇപ്പോൾ പോകുന്ന ആ ഒരു വീക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഹിസ്റ്ററിയും കമ്പ്യൂട്ടർ സയൻസുമാണ് നമുക്ക് GK പോർഷൻസിൽ നിന്ന് വരുന്നത്. ആ ഹിസ്റ്ററിയും കമ്പ്യൂട്ടർ സയൻസിന് ചിലപ്പോൾ 3 മാർക്കായിരിക്കാം, ചിലപ്പം 4 മാർക്കായിരിക്കാം. അത് ഞാൻ തന്ന ഈ നമ്മുടെ ക്രാഷ് വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ടൊന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് നിങ്ങൾക്കിപ്പം നടന്നിട്ടുള്ള പരീക്ഷകൾക്കെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിനകത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനത്തെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമുക്കിനി ആദ്യം തൊട്ട് പഠിച്ചു വരാൻ നേരമില്ലാത്തവർ ഇപ്പം 2021, 2022, 2023 നടന്നിട്ടുള്ള പല പരീക്ഷകളുടെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ നോക്കുക ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ആ രീതിയിൽ കമ്പ്യൂട്ടർ സയൻസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുന്നവരാണെങ്കിൽ 3 മണിക്കൂർ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതായത് ടൈം ടേബിൾ ഫോളോ ചെയ്ത കുട്ടികളാണെങ്കിൽ നമ്മൾ മാർക്ക് ബേസ് ചെയ്തിട്ടായിരുന്നു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആദ്യം തീർക്കാൻ പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഷുവർ ഷോർട്ടായിട്ട് 5 or 6 മാർക്കിന് ചോദ്യങ്ങൾ വരും. ചില വർഷങ്ങളിൽ അത് 7 മാർക്ക് വരെ പോയിട്ടുണ്ട്. ആ 7 മാർക്ക് നമുക്ക് ഷുവർ ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അത് തീർക്കാൻ പറഞ്ഞത്. അത് ഉറപ്പായിട്ടും നിങ്ങൾ ലക്ഷ്മികാന്ത് ബേസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അതിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അത് തന്നെ ചോദിക്കും. അതുകൊണ്ട് ആ ഓരോ ടോപ്പിക്കും ലക്ഷ്മികാന്ത് ബേസ് ചെയ്തുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നതായിരിക്കും വളരെ ഉചിതം. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, റിവിഷന് വേണ്ടിയിട്ട് ഇനിയുള്ള സമയം മാറ്റിവെക്കുക. ആദ്യം തൊട്ട് പഠിച്ച കാര്യങ്ങൾ ഓരോ ദിവസവും 2 or 3 ടോപ്പിക്സ് വീതം റിവൈസ് ചെയ്യുക. ഇപ്പം GK ടോപ്പിക്സ് ആണെങ്കിലും റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതെല്ലാം തന്നെ റിവൈസ് ചെയ്യുക. മാത്സ് ഒക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് SSC ലെവൽ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ മോഡലൊക്കെ PSC വിട്ട ഒരു രീതിയിലാണ് കാണുന്നത്. അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, 29-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ ഏത് ലെവലാണ് ഇനി അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന്. ചിലപ്പം കുറച്ച് ഈസി ആവാനായിട്ട് സാധ്യതയുണ്ട്, കുറച്ച്
ചിലപ്പം കുറച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ടഫ് ആവാനും സാധ്യതയുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഫേസ് വരിക എന്ന് പറയുന്നത് കുറച്ച് അൺലക്കി ആയിട്ട് കാണാം നമുക്ക് വേണമെങ്കിൽ. അതാരെയും കുറ്റം പറയാൻ പറ്റില്ല, അൺലക്കി ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ പറയുന്നു. ആദ്യം തൊട്ട് നമ്മുടെ 105 ദിവസത്തെ ടൈം ടേബിൾ എടുക്കുക. അതിന് ശേഷം ആദ്യം തൊട്ടുള്ള ടോപ്പിക്സ് ഓരോ ദിവസവും നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന സമയത്ത് ആ സമയം നഷ്ടമാകുമെന്ന് വിചാരിക്കരുത്. ആ സമയം നമുക്ക് ഒരിക്കലും നഷ്ടമായിരിക്കത്തില്ല, നമുക്ക് ലാഭമാവത്തേ ഉള്ളൂ. പഴയ നോട്ടൊക്കെ എടുത്ത് വെച്ച് നോക്കുക. എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാവോ അതെല്ലാം നോക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. കുറച്ച് സമയം പോയാലും വേണ്ടിയില്ല, നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഈ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ഉണ്ടോ എന്ന്. അതുപോലെ നമ്മൾ 5 മിനിറ്റിൻ്റെ റിവിഷൻ വീഡിയോസ് കുറച്ചിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ, അത് ഞാനൊരു പ്ലേലിസ്റ്റിലേക്ക് ആക്കാം. അങ്ങനെ ഇടയ്ക്കിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് 5, 6, 7 മിനിറ്റൊക്കെ കാണൂ. അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും റിവിഷൻ വീഡിയോസ്, അതായത് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ, അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ പെൻഡിങ് കിടക്കുന്ന വീക്ക് വൈസിലുള്ള പെൻഡിങ്ങിൽ കിടക്കുന്ന ടോപ്പിക്സ് ഞാൻ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് സമയം അനുസരിച്ച് അതും കണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ ടോപ്പിക്സ് ഒന്നുകൂടെ പൊടി തട്ടി എടുക്കുക. ദിവസത്തിൽ ഒരു 2 മണി 3 മണിക്കൂർ പഠിക്കുന്നവരാണെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് എടുക്കുക. 1 മണിക്കൂർ പുതിയ ടോപ്പിക്സിന് എടുക്കുക. കമ്പ്യൂട്ടർ സയൻസ് ഈ ആഴ്ച വരുന്ന ആഴ്ചകളിലൊക്കെ പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇപ്പോൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുക്കുക. ആ മേഖലകളിൽ നിന്നും റെപ്പറ്റേറ്റീവായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോവുക. മാത്സും ഇംഗ്ലീഷും എല്ലാം തന്നെ പ്രീവിയസ് നോക്കുക. മലയാളവും പ്രീവിയസ്, അതായത് 21, 22, 23 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ടെങ്കിലും നിങ്ങൾ ആ ഒരു പോർഷൻ ഉറപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. റിവിഷൻ 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 അതിപ്പോഴും എടുത്തു പറയുന്നു. റിവിഷന് മാത്രം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. 70% പഠിച്ചുള്ളെങ്കിൽ പോലും ആ 70% നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒന്നും വിട്ടുകളയാതെ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതൊരു സമയനഷ്ടമാകും എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ അത് നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് മാറുമെന്ന് ചിന്തിച്ച് റിവൈസ് ചെയ്ത് തുടങ്ങാം. കൂട്ടത്തിൽ ഞാനും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ റിവിഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് റിവിഷൻ പോലെ ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും 5 ടോപ്പിക് എടുത്ത് നമുക്ക് കൊച്ചു കൊച്ചു വീഡിയോസ് ആക്കിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് തരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പഠനം ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എന്താണ് നിങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, അതെല്ലാം ചേർത്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് വളരെയധികം മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്തു, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതോടുകൂടി മറ്റു കുട്ടികൾ കൂടെ കാണാൻ സാധിക്കും. അത് നമുക്കൊരു വലിയ പ്രചോദനമായിരിക്കും. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.